25-ാം സങ്കീർത്തനം ദാവീദ് എപ്പോഴാ എഴുതിയെന്നറിയാമോ? പറയാം. ദാവീദിന്റെ കൂടെ ഊണിലും ഉറക്കത്തിലും നടക്കുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു, വിശ്വസ്തനായ മനുഷ്യൻ. പേര് പറയാമോ? അഹിത്തോഫേൽ. എന്താണ്? എല്ലാരും പേര് പറ, മറിയാതിരിക്കട്ടെ. അഹിത്തോഫേൽ. താൻ പറയുന്ന വാക്ക് ദൈവത്തിന്റെ വാക്കായിരുന്നു. അഹിത്തോഫേൽ ഒരു പ്രവചനം പറഞ്ഞാൽ ദൈവം പറയുന്ന പോലെയായിരുന്നു. ദാവീദ് ആമേൻ തന്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ആലോചന ചോദിക്കുന്നത് അഹിത്തോഫേലിനോടായിരുന്നു. ബത്ലഹേമിൽ നിന്നും ഹെബ്രോണിൽ ആടുകളുടെ രോമം കത്രിക്കാൻ ദാവീദ് പോയപ്പോൾ അഹിത്തോഫേലിനെ വട്ടം കൂടി ഒരുത്തൻ, ആരാന്നറിയണ്ടേ? 8 അടി താഴെ ഹൈറ്റുള്ള, മുടി അഴിച്ചിട്ട് നിലം വരെ നീണ്ടു കിടക്കുന്ന, സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ ശോഭയുള്ള മനോഹര രൂപണനായ ഒരു മനുഷ്യൻ. പേര് അബ്ശാലോം. ആരാ? ദാവീദിന്റെ മകൻ. അപ്പനില്ലാതിരുന്നപ്പോൾ പ്രവാചകനെ സോപ്പിട്ടിട്ട് പറഞ്ഞു, എനിക്കൊരു മോഹമുണ്ട്. എന്താ മോഹം? രാജാവാകണം. നീരൊറ്റ ദൂത് പറഞ്ഞാൽ ജനം അംഗീകരിക്കും. അഹിത്തോഫേൽ ദൂത് പറഞ്ഞു, ദൈവം ഇസ്രായേലിന്റെ രാജാവായി അബ്ശാലോമിനെ കണ്ടിരിക്കുന്നു. എല്ലാരും കൂടി വാഴിച്ചു. രോമം കത്രിച്ചിട്ട് യോർദാൻ നദി കടന്ന് ദാവീദും യോബാബും വരുമ്പോൾ ഒരാരാവാരം. എന്താണ് ഈ ശബ്ദം? ഒരു പട്ടാഭിഷേകം നടക്കുന്നു. ആരുടെ? സ്വന്തം മകന്റെ. ദാവീദ് ചോദിച്ചു, ഇതിന് കൂട്ടു നിന്നതാരാ? നിന്റെ സ്നേഹിതൻ അഹിത്തോഫേൽ. വസ്ത്രം വലിച്ചു കീറി, മൂടി പിച്ചിപ്പറിച്ച്, പൂഴി വാരി തലയിലിട്ടിട്ട് ദാവീദ് പറഞ്ഞു, എനിക്കെതിരെ കുതികാൽ ഉയർത്തിയത് ഒരു ശത്രുവായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്റെ അപ്പം തിന്നവനും എന്റെ പ്രാണ സ്നേഹിതനും. അത്ര ബന്ധം അഹിത്തോഫേൽ. ദൈവമേ, ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടപ്പോ പാടിയ സങ്കീർത്തനമായി 25.